ഹായ് 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 LSS എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി LSS എക്സാമിനെ കുറിച്ചുള്ള നിങ്ങൾ എല്ലാ ഡൗട്ടും തീർന്ന കേട്ടോ. ഏറ്റവും ആദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, എന്നാണ് LSS എക്സാം സ്റ്റാർട്ട് ചെയ്യുക? ഇപ്പൊ മുതൽ തന്നെ പഠിച്ചു തുടങ്ങണമെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മൾ ക്രിസ്മസ് എക്സാമിന് ശേഷം ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും LSS എക്സാമിനെ കുറിച്ചുള്ള എല്ലാ ഡേറ്റുകളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല, കുറേ കാര്യങ്ങൾ നമുക്ക് സാവധാനം ഇങ്ങനെ പഠിച്ചു പോയാൽ LSS എക്സാം ആകുമ്പോഴേക്കും മിക്ക കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ റിവിഷനും കൂടെ മതി അല്ലേ. അപ്പോൾ LSS എക്സാം നമ്മൾ ക്രിസ്മസ് എക്സാമിന് ശേഷം ആണ് വരിക എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ആദ്യം അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ആ ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയി. പിന്നെ അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, LSS പരീക്ഷയുടെ ഘടന എങ്ങനെയാണ്? LSS എക്സാം ഏതൊക്കെ വിഷയത്തിലാണ് കൂടുതൽ മാർക്ക്, ഓരോ വിഷയത്തിൽ നിന്നും ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്കിലാണ് നമുക്ക് ഏതൊക്കെ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണം, ഏത് വിഷയമാണ് കൂടുതൽ നേരം നമ്മൾ ഇരുന്ന് പഠിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവുക അല്ലേ. ദേ LSS എക്സാമിൽ മലയാളത്തിൽ നിന്ന് 20 മാർക്കിനും ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്, അതുപോലെ GK ജനറൽ നോളജിൽ നിന്ന് 10 മാർക്ക്, പിന്നെ EVS 20 മാർക്ക്, മാത്സ് 20 മാർക്ക്. ഈ രൂപത്തിലാണ് LSS എക്സാമിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. അതും 2 പേപ്പറുകളായിട്ടായിരിക്കും എക്സാം നടക്കുക. ഒരു ദിവസം തന്നെ 2 എക്സാം ഉണ്ട്. രാവിലെ ഒരു എക്സാം, ഉച്ചയ്ക്ക് ശേഷം ഒരു എക്സാം. രാവിലത്തെ എക്സാം നമ്മൾ പേപ്പർ 1 എന്ന് വിളിക്കും, ഉച്ചയ്ക്ക് ശേഷം എക്സാമിനെ നമ്മൾ പേപ്പർ 2 എന്ന് വിളിക്കും. ഈ പേപ്പർ 1 മലയാളം, ഇംഗ്ലീഷ്, ജനറൽ നോളജ് ഈ 3 വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഈ 3 വിഷയങ്ങളിലുള്ള ചോദ്യങ്ങളാണ് പേപ്പർ 1 ഉണ്ടാവുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം EVS, മാത്സ് ഈ 2 വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. അതാണ് പേപ്പർ 2. ഇങ്ങനെ 2 എക്സാമുകളാണ് ഒരു ദിവസം നടക്കുക. ഈ 2 എക്സാമിലും കൂടെ ആകെ 80 മാർക്കാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ അതിൽ 48 മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ LSS കിട്ടും നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ LSS കിട്ടാൻ ആകെ 48 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അതായത് ആകെയുള്ള 80ന്റെ 60% എന്നൊക്കെ നമ്മൾ പറയും. 80ൽ 48 മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും LSS കിട്ടും. അപ്പൊ LSS എക്സാമിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ വിഷയത്തിൽ നിന്നും ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കാനും നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ട്. മലയാളത്തിൽ നിന്ന് 20 മാർക്കിനാണെങ്കിൽ അത് 10 ചോദ്യങ്ങൾ 1 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും. 1 മാർക്കിന്റെ 10 ചോദ്യങ്ങളും അതുപോലെ 5 മാർക്കിന്റെ 2 ചോദ്യങ്ങളും, അങ്ങനെയാണ് 20 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുക കേട്ടോ. ഈ 10 1 മാർക്കിന്റെ ചോദ്യങ്ങളിൽ ചിലതൊക്കെ ഓപ്ഷൻ ഉള്ളതായിരിക്കാം. അതായത് 4 ഓപ്ഷൻ നിന്നിട്ട് അതിൽ ശരിയായിട്ടുള്ള ആൻസർ തിരഞ്ഞെടുത്താൽ മതി. ചിലതിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓപ്ഷൻ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിലും 10 മാർക്കിനാണ്. അത് 5 മാർക്കിന്റെ 2 ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ 2 ചോദ്യങ്ങളെ ഇംഗ്ലീഷിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അതിൽ ഒരു ചോദ്യത്തിന് 5 മാർക്കാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ജനറൽ നോളജിൽ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 1 മാർക്ക്. അങ്ങനെ 1 മാർക്കുള്ള 10 ചോദ്യങ്ങളാണ് ജനറൽ നോളജിൽ ഉണ്ടാവുക. ഇവിടെയും ഓപ്ഷൻ ഉള്ളതുണ്ടായിരിക്കാം, ഇല്ലാത്തതുണ്ടായിരിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ EVS ൽ നിന്ന് 20 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിൽ മലയാളത്തിന് അതുപോലെ തന്നെ 10 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെതാണ്. അതിൽ ഓപ്ഷൻ ഉള്ളതുണ്ടായിരിക്കാം, ഇല്ലാത്തതുണ്ടായിരിക്കാം കേട്ടോ. അതുപോലെ തന്നെയാണ് മാത്സിൽ അധിക ചോദ്യങ്ങൾ ഓപ്ഷൻ ഇല്ലാത്തതായിരിക്കും. അപ്പൊ മാത്സിലും അതുപോലെ തന്നെ 10 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെത്, 5 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ. അപ്പൊ ഈ രൂപത്തിലാണ് എക്സാം നടക്കുക. അപ്പോൾ എക്സാം വരെയുള്ള എല്ലാ കാര്യങ്ങളും നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ എജുബോർഡ് തരുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ LSSന്റെ ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കും അല്ലേ. അപ്പോൾ ചെറിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ LSS എക്സാമിൻ്റെ 4ാം ക്ലാസ് നോട്ടുകളൊക്കെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അയച്ചു തരും. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ LSS എക്സാമിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ടുകളും നമുക്കിപ്പോൾ തീർന്നു കഴിഞ്ഞു. ഇനിയും കുറേ കാര്യങ്ങൾ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ LSS എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള കുറേ ഫോട്ടോസ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. വാട്സപ്പ് ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വെച്ചിട്ട് വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ LSS എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും
വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് അയച്ചു തരും. വാട്സപ്പ് ചാനലിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലാണ് നിങ്ങൾക്ക് നോട്ടുകൾ കിട്ടുക. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സുകളെ ലിങ്കുകളും അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. എങ്കിലേ യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സാതിരിക്കാൻ വേണ്ടി മിസ്സാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ മാഷിദേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കത്തിൽ LSS എക്സാമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇനി അങ്ങോട്ടുള്ള 4ാം ക്ലാസ്സിൻ്റെ LSSന്റെ ക്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ കുറേ സർപ്രൈസുകളൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ വഴിയെ നിങ്ങൾ അറിയട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ലൈവ് ക്ലാസ്സുകളിലും അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.